من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇഹപര ജീവിതത്തിൽ കൈവരിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. മരിക്കുന്നത് വരെ ധർമ്മനിഷ്ഠയോടെ ജീവിക്കുവാനുള്ള സന്മാർഗം അള്ളാഹു നമുക്കേവർക്കും നിലനിർത്തി നൽകുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹം അഥവാ വിശ്വാസികൾ ഇസ്ലാമിക ജീവിതം നയിക്കേണ്ടത് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രവാചകനിലൂടെ പഠിപ്പിച്ച രൂപത്തിലും രീതിയിലുമായിരിക്കണം. അഥവാ ഇസ്ലാം പ്രാമാണികമാണ്. ഇതര മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ തികച്ചും വ്യത്യസ്തമാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ആത്മീയമായ വിഷയങ്ങളെയും ഏറെ ശ്രദ്ധയോടെ കരുതലോടെ അറിയിക്കുകയും പഠിപ്പിക്കുകയും അത് യഥാവിധി പ്രാവർത്തികമാക്കുവാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഹൈന്ദവ സമുദായം സഹോദരങ്ങൾ, അതേപോലെ തന്നെ ഇതര മതങ്ങളൊക്കെ ഒന്നുകിൽ മനുഷ്യനിർമ്മിതമായ ഏതാനും നാട്ടാചാരങ്ങൾ, അതല്ലെങ്കിൽ പൗരോഹിത്യ ബന്ധിതമായി കൊണ്ടുള്ള ചില കാര്യങ്ങൾ അവരവരുടേതായ ഒരു നിർവൃതിയിൽ അങ്ങനെ ആചരിച്ച് ആഘോഷിച്ച് അതിൻ്റെതായ ചില വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ടുള്ള ചില ആത്മീയ ജീവിതം നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്. എന്നാൽ ഇസ്ലാം അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ആത്മീയ ജീവിതം തന്നെ പ്രമാണങ്ങൾക്കനുസരിച്ചായിരിക്കണം ഒരു മുസ്ലിം ഇസ്ലാമിനെ കൊണ്ടു നടക്കാനുള്ള റുഷ്ദ്, അതിൻ്റെ ഒരു പ്രായപൂർത്തി പക്വത എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ താൻ എന്തൊക്കെ, ആണാകട്ടെ പെണ്ണാകട്ടെ,
ഓരോ സമയസന്ദർഭങ്ങളിൽ നിർവഹിക്കുവാനുണ്ടോ അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിലും രൂപത്തിലുമായിരിക്കുക എന്നത് നിർബന്ധമാണ്. ഇത് വിശ്വാസമാകാം, ആരാധനകളാകാം, അനുഷ്ഠാന മുറകൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, ഇതര വിധിവിലക്കുകൾ, ഏതായിരുന്നാലും അതിലെല്ലാം ഒരു സ്വമേധയ ഒരു തീരുമാനമെടുത്ത് അത് ഇന്നിന്ന രൂപത്തിൽ കുറക്കാം കൂട്ടാം എന്ന ഒരു നിലപാട് ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടില്ല. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി വിശ്വാസിനി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ഈ കാര്യം ഉണർത്തിയിട്ടുണ്ട്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, വിശ്വാസിയായ ഒരു ആണിനോ പെണ്ണിനോ പാടില്ല തന്നെ. ഇദാ ഖളല്ലാഹു വ റസൂലുഹു അംറൻ, അള്ളാഹുവും അവിടുത്തെ റസൂലും ഒരു വിഷയത്തിൽ വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നെ തങ്ങളുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അത് ഇന്നിന്ന രൂപത്തിലൊക്കെ മാറ്റാം എന്ന നിലക്കുള്ള നിലപാട് സ്വീകരിക്കാൻ പാടില്ല. വമൻ യഅസില്ലാഹ വ റസൂല, ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നത് എങ്കിൽ ഫഖദ് ലല്ല ലലാലം മുബീന, തീർച്ചയായും അവർ വ്യക്തമായ വഴികേടിലാകുന്നു എന്ന്. ഇതേപോലെ തന്നെ ഇതിന് ശക്തി പകരുന്ന മറ്റൊരു സൂക്തം വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിലെ 7-ാം സൂക്തം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാം, അതുവഴി വിശ്വാസി സമൂഹത്തോട് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, വമാ ആതാകുമുർ റസൂലു, പ്രവാചകൻ നിങ്ങൾക്ക് എന്തൊന്നാണോ കൊണ്ടുവന്ന് നൽകിയിട്ടുള്ളത് എങ്കിൽ ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കണം, അത് നിങ്ങൾ പ്രാവർത്തികമാക്കണം, കൊണ്ടു നടക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് ചെറുത് വലുത് വ്യത്യാസമില്ലാതെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അത് പ്രാവർത്തികമാക്കുക, അത് സുന്നത്തായി ചര്യയായി നടപടിക്രമമായി സ്വീകരിക്കുക എന്നത് വിശ്വാസികളുടെ നിർബന്ധ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിൽ 2-ാം സൂക്തത്തിൽ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് നിയോഗിച്ചത്, നിരക്ഷരായ ആളുകളിലേക്ക്. വയുസക്കീഹിം, അള്ളാഹുവിന്റെ റസൂൽ അവരെ സംസ്കരിക്കുകയാണ്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വിശുദ്ധ ഖുർആനും പ്രവാചക ജീവിതവുമാകുന്ന 2 വഴികൾ, 2 മാർഗങ്ങൾ, 2 മാതൃകകൾ, 2 മാനദണ്ഡങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നു, പഠിപ്പിക്കുന്നു, അറിയിക്കുന്നു, അതുവഴി നമ്മെ സംസ്കരിക്കുന്നു, ഉത്ബുദ്ധരാക്കുന്നു. ഇനി നമ്മൾ വിശ്വാസത്തിൽ നിന്നോ അനുഷ്ഠാനങ്ങളിൽ നിന്നോ കർമ്മങ്ങളിൽ നിന്നോ ആചാരങ്ങളിൽ നിന്നോ വ്യതിചലിച്ചു പോകാൻ അതുവഴി അന്ധവിശ്വാസങ്ങൾ, അതല്ലെങ്കിൽ ആത്മീയ ചൂഷണങ്ങൾ, അനാചാരങ്ങൾ, ധാർമ്മിക ജീവിതത്തിന് ബദലായി അധാർമിക വൽക്കരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മതപരമായ മാറ്റം നമ്മൾ ആഗ്രഹിക്കുകയാണ്, നന്നാകാനും മെച്ചപ്പെടുത്താനും അഭിലഷിക്കുകയാണ് എങ്കിൽ പ്രവാചകൻ അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ വിടവാങ്ങൽ ഭാഷണത്തിൽ ഈ ഉമ്മത്തിനെ ഒന്നടങ്കം അറിയിക്കുകയും ചെയ്തു, വസിയത്തായി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലം അത്രയും നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല. തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ വിട്ടേച്ചു പോവുകയാണ്. അത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ്. പറഞ്ഞു വരുന്നത് ഈ 2 പ്രമാണങ്ങൾ അനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ മേൽ പരാമർശിച്ച വിശ്വാസ അനുഷ്ഠാന ആരാധന ആഘോഷ കർമ്മങ്ങളെല്ലാം. ഒരു ഹിജ്റ വർഷം, അതിലെ 12 മാസങ്ങൾ, ആ 12 മാസങ്ങളിൽ അഥവാ ഒരു വിശ്വാസി ഒരു വർഷത്തിലൂടെ അങ്ങ് കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകമായി നിർവഹിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. സാധാരണയായി നമ്മൾ നിർവഹിക്കുന്നത് പോലെ തന്നെ എന്നിട്ടത് നിർവഹിക്കുകയും പഠിക്കുകയും നിർവഹിക്കുകയും ചെയ്യണം. 12 മാസമാണ് ഹിജ്റ വർഷത്തിലുള്ളത്. ആ 12 മാസങ്ങളിൽ 1-ാമത്തെ മാസം മുഹറമാണ്. മുഹറം മാസത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, ഈ മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നിർവഹിക്കാനുണ്ടോ എന്ന്, അതല്ലെങ്കിൽ മനസ്സിലാക്കാനുണ്ടോ എന്ന്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലേക്ക്, പ്രവാചക വചനങ്ങളിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ
ഹിജറ വർഷത്തിലെ 1-ാം മാസം മുഹറം പവിത്ര മാസങ്ങളിൽപ്പെട്ടൊരു മാസമാണ്, പ്രഥമ മാസമാണ്. ഒമിൻഹ അർബഅത്തുൻ ഹുറും, 9-ാം അധ്യായം സൂറത്തു തൗബയിൽ 4 മാസങ്ങൾ പവിത്രമാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചന്നു മുതൽ. മാസങ്ങളുടെ കണക്ക് പടച്ച റബ്ബിൽ 12ആണ്. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാണ്. അതിലൊരു മാസം മുഹറമാണ്. അപ്പോൾ മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വിശ്വാസികളിൽ ഉണ്ടാകേണ്ട ചിന്ത, ഞാനൊരു പവിത്ര മാസത്തിലൂടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ മാന്യത, അതിൻ്റെ പവിത്രത ഞാൻ പാലിക്കേണ്ടതുണ്ട്. പിന്നെ മുഹറം മാസത്തിൽ പ്രത്യേകിച്ച് വല്ല അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കാനുണ്ടോ? സാധാരണ മണിക്കൂറുകൾക്കിടക്ക് നിർബന്ധമായ 5 വക്ത് നമസ്കാരത്തിന് പുറമെ, ജുമായിൽ പങ്കെടുക്കുന്നതിന് പുറമെ, തിലാവത്തുൽ ഖുർആൻ, ഐച്ഛികവും നിർബന്ധവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന്റെ പുറമെ പ്രത്യേകമായ വല്ല ഐച്ഛിക കർമ്മങ്ങൾ നിർവഹിക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്, ചരിത്രത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ അടക്കം മുഹറം 9ഉം 10ഉം താസുആ ആശൂറാ നോമ്പാണ്. മുഹറം 9ഉം 10ഉം ഐച്ഛികമായ നോമ്പാണ്. അതിന്റെ കാരണം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ബനൂ ഇസ്രായേൽ സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുകയാണ്. എന്നാൽ നമ്മളാണ് മൂസാ നബിയുമായി ഏറ്റവും ആദർശപരമായ ബന്ധമുള്ളത്. അതുകൊണ്ട് മുഹറം 10ന് നമ്മൾ നോമ്പനുഷ്ഠിക്കണം. പിന്നീട് മുഹറം 9നും താസുആവും നിങ്ങൾ അനുഷ്ഠിക്കണം, ജൂതരിൽ നിന്ന് അനുഷ്ഠാന മുറയിൽ വ്യതിരിക്തത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് പറയുകയാണ്. അപ്പോൾ മുഹറം മാസത്തിൽ പ്രമാണമനുസരിച്ച് 2 നോമ്പുണ്ട് പ്രത്യേകമായിട്ട്. തിങ്കളും വ്യാഴത്തിനും പുറമെ മുഹറം 9ഉം 10ഉം നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. പിന്നെ അടുത്ത മാസം സഫറിലേക്ക് വരികയാണ്. എന്തെങ്കിലും പ്രത്യേകം ചെയ്യാനുണ്ടോ? ഇല്ല. പ്രത്യേകമായിട്ട് വല്ലതും തിങ്കളും വ്യാഴവും നോമ്പല്ല. അതേപോലെ തന്നെ അയ്യാമുൽ ബീദ്, ഹിജറ വർഷത്തിലെ എല്ലാ അറബ് മാസങ്ങളിലെയും 13, 14, 15 3 ദിനങ്ങളിൽ സുന്നത്ത് നോമ്പുണ്ട്. അതെല്ലാ മാസങ്ങളിലും നിർവഹിക്കാവുന്നതാണ്, അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ സാധാരണ നമസ്കാരം, വിശുദ്ധ ഖുർആൻ പാരായണം, ഇതര സ്വാലിഹ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങൾ നിർവഹിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച് സഫറിൽ. പിന്നെ 3-ാമത്തെ മാസം റബീഉൽ അവ്വൽ വരികയാണ്. അപ്പൊ റബീഉൽ അവ്വൽ 3-ാമത്തെ മാസമാകുമ്പോൾ അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നിർവഹിക്കാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും നിർവഹിക്കാനില്ല. എന്നാൽ സാധാരണ നിർവഹിക്കേണ്ടതൊക്കെ നിർവഹിക്കാനുണ്ട് എന്ന് മാത്രം. ചരിത്രപരമായി റബീഉൽ അവ്വലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. ഡേറ്റിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, മാസത്തിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും പിന്നെ ഏറ്റവും പ്രബലമായത് എന്ന നിലക്ക് റബീഉൽ അവ്വലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുകയും ചെയ്തു റബീഉൽ അവ്വൽ 12ന്. അതാണ് ഏറ്റവും പ്രബലമായത്, അതിൽ സംശയമോ തർക്കമില്ല. റബീഉൽ അവ്വൽ 12ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു. പിന്നെ റബീഉൽ അവ്വലിൽ ഉണ്ടായ പ്രധാന സംഭവം, മുഹറത്തിലും സഫറിലും ഒക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാനുള്ള ആസൂത്രണങ്ങൾ നടത്തിയെങ്കിലും പലായനം നടന്നത്, ഹിജ്റ നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് ഹിജ്റ വർഷം എന്ന് പറഞ്ഞു. അപ്പൊ ഹിജ്റ നടന്നത് റബീഉൽ അവ്വൽ മാസത്തിൽ. അപ്പൊ ഈ ചരിത്രമൊക്കെ അതിലുണ്ട്. അതല്ലാതെ മറ്റുള്ള കർമ്മങ്ങളൊന്നുമില്ല. പിന്നെ റബീഉൽ സാനി, അടുത്ത മാസം, 4-ാമത്തെ മാസം, അതിനും ഈ പറഞ്ഞതൊക്കെ നിർവഹിക്കാനുള്ളൂ. പിന്നെ ജുമാദുൽ അവ്വൽ, ജുമാദുൽ സാനി, പ്രത്യേകിച്ചൊന്നും നിർവഹിക്കാനില്ല. മേൽ പരാമർശിച്ച ഇബാദത്തുകൾ, അനുഷ്ഠാനമുറകൾ, നോമ്പ്, കാര്യങ്ങളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകാം. റജബിലെത്തുകയാണ്. റജബിലെത്തുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ചിന്ത, ആ മാസത്തിന് വല്ല പ്രത്യേകത ഉണ്ട്. കാരണം പവിത്ര മാസങ്ങളിൽപ്പെട്ട 2-ാമത്തെ മാസമാണ് റജബ്. 4 പവിത്ര മാസങ്ങളിലെ 2-ാമത്തെ മാസം റജബാണ്. അപ്പൊ അതിന്റെ ഒരു പവിത്രത കണക്കാക്കണം. പിന്നെ ഷഅബാൻ എത്തുന്ന സമയത്ത് ഹദീസുകളിലേക്ക് നമ്മൾ വീണ്ടും പഠനം നടത്തിക്കഴിഞ്ഞാൽ ഷഅബാനിൽ പ്രത്യേകമായി നിർവഹിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഹദീസ് അനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന് പുറമെ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസമാണ് ഷഅബാൻ മാസം. അപ്പൊ ഷഅബാനിൽ നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. പൂർത്തീകരിച്ച് പൂർണ്ണമായി അനുഷ്ഠിക്കേണ്ട, എന്നാൽ ഒരു 20 നോമ്പ് 25 നോമ്പ് എത്രയും അനുഷ്ഠിക്കാം, മാക്സിമം. അത് പൂർത്തീകരിക്കാത്ത രൂപത്തിൽ. പിന്നെ ഷഅബാൻ കഴിഞ്ഞാൽ റമളാൻ വരാൻ, ഹിജ്റ വർഷത്തിലെ 9-ാമത്തെ മാസം. വീണ്ടും നമ്മൾ ആയത്തുകളിലേക്കും ഹദീസുകളിലേക്കും നോക്കിക്കഴിഞ്ഞാൽ റമളാൻ മാസത്തിൽ നിർബന്ധ നോമ്പ് അനുഷ്ഠിക്കാനുണ്ട്. ഹദീസ് അനുസരിച്ച് നിർബന്ധ നോമ്പ് റമളാൻ മാസത്തിൽ ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനത്തെ 10ന് പ്രത്യേക പോരിശയുണ്ട്, നിർണയത്തിന്റെ രാവാണ്. അതിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് 1000 മാസങ്ങളെക്കാൾ പ്രതിഫല സാധ്യതയുള്ള രാവാണ്, വലിയ മഹത്വം അതിനുണ്ട് എന്ന് ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ. റമളാൻ കഴിഞ്ഞ പിന്നെ ശവ്വാലിലേക്ക് എത്തുകയാണ്. പറയുന്നത് പ്രാമാണികമായ ഒരു വർഷത്തെ ഒരു മുസ്ലിമിന്റെ വിവിധ മാസങ്ങളിലെ ജീവിതം,
ഷവ്വാലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞു, ഷവ്വാൽ 1 ആഘോഷമുണ്ട്. ഏതാണ് ആഘോഷം? ഫിത്തർ, പെരുന്നാളാണ്. ആരാ പഠിപ്പിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഷവ്വാൽ 1 പെരുന്നാൾ ആഘോഷിക്കണം, സന്തോഷിക്കണം. പെരുന്നാൾ കഴിഞ്ഞാലോ ഷവ്വാലിൽ 6 നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിക്കുകയും ചെയ്തു. ഇനി ഷവ്വാലിന് ശേഷം ദുൽഖഅദ. ദുൽഖഅദിന്റെ പ്രത്യേകത എന്താണ്? പവിത്ര മാസത്തിലെ 3ാമത്തെ മാസമാണ് ദുൽഖഅദ എന്ന് പറയുന്നത്. മാത്രവുമല്ല ആയത്തിൽ അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട മാസങ്ങളിലാകുന്നു. അതിന്റെ തഫ്സീറിൽ ഹദീസുകൾ അനുസരിച്ച് ഷവ്വാല്, ദുൽഖഅദ്, ദുൽഹിജ്ജ അഥവാ ഹജ്ജിന് നിയ്യത്താക്കുന്ന ആളുകൾ ഷവ്വാല് മുതൽ അങ്ങോട്ട് മാനസികമായി അതേപോലെ തന്നെ മറ്റു ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ഷവ്വാൽ, ദുൽഖഅദ ഹജ്ജിന്റെ മാസങ്ങൾ, ദുൽഹജ്ജ്, ഹജ്ജ് അടക്കം, ഹജ്ജ് മാസം അടക്കം. അപ്പൊ ദുൽഖഅദയിൽ പവിത്ര മാസമാണ്. എന്നാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നിർവഹിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സാധാരണ തിങ്കളും വ്യാഴം നോമ്പ്, അയ്യാമുൽ ബീദിലെ നോമ്പ്, പിന്നെ നിർബന്ധ നമസ്കാരം, ഐച്ഛിക നമസ്കാരം, ഖുർആനുമായുള്ള ബന്ധം, മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക പഠിപ്പിക്കപ്പെട്ടത്. ദുൽഖഅദ കഴിഞ്ഞാൽ അവസാനത്തെ മാസം ദുൽഹജ്ജ് മാസമാണ്. ഹിജ്റ വർഷത്തിൽ അവസാന മാസം. അവസാന മാസത്തിൽ എന്താണ് നിർവഹിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മുസ്ലിം ഹജ്ജ് ഉദ്ദേശിക്കുന്നു എങ്കിൽ റമദാനിൽ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, റബീഉൽ അവ്വലിൽ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, ജുമാദു സാനിയിൽ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. ഹജ്ജ് നിയ്യത്താക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ ചെയ്ത ദുൽഹജ്ജ് മാസത്തിലാണ്. ഓരോ കർമ്മവും ചെയ്ത രൂപത്തിൽ, ചെയ്ത മാസം, ചെയ്ത ദിവസങ്ങളിൽ ചെയ്യണം. അതാണ് പ്രാമാണികമായ ജീവിതം. അനുഷ്ഠാന മുറകളിൽ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുക എന്ന് പറയൽ. അപ്പൊ ദുൽഹജ്ജ് മാസത്തിലെ 8 മുതൽ 13 കൂടിയ ദിനങ്ങളിൽ 6 ദിനങ്ങളിലായിട്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മം, നിർബന്ധമായിട്ടുള്ള അനുഷ്ഠാന കർമ്മം നിർവഹിക്കും. ഹജ്ജ് ചെയ്യാത്ത ആളുകളോ അവർക്ക് അറഫ നോമ്പ് അനുഷ്ഠിക്കാം. കഴിഞ്ഞ വർഷത്തെ പാപവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും പൊറുപ്പിക്കുന്ന സൗമു യൗമി അറഫ അത് നിർവഹിക്കുക. ആരാ പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ ദുൽഹജ്ജ് 10 എത്തുന്ന സമയത്ത് യൗമുൻ നഹർ, ബലിപെരുന്നാൾ, ഈദുൽ അദ്ഹയാണ്, ആഘോഷമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച മാതൃകയനുസരിച്ച് ബലിപെരുന്നാളും ആഘോഷിക്കാവുന്നതാണ്. ഇങ്ങനെ 12 മാസങ്ങളിലായി വിവിധ ആരാധനകളെ, അനുഷ്ഠാന മുറകളെ, അതേപോലെ തന്നെ പ്രത്യേകമായി വല്ല ദിക്ർ ദുആകൾ ഉണ്ട് എങ്കിൽ അതൊക്കെ നിർവഹിക്കേണ്ടതായി പ്രവാചകൻ പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ചത് പ്രാവർത്തികമാക്കുന്നവനാണ് ഒരു മുസ്ലിം. അതാണ് നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസി സമൂഹത്തോട് അറിയിച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നിർവഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്വാനം ചെയ്തതും. വമാ ആതാക്കുമുർ റസൂലു, പ്രവാചകൻ എന്തൊക്കെ, എവിടെയൊക്കെ, എങ്ങനെയൊക്കെ നിർവഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഫഖുദൂഹു, നിങ്ങൾ അത് സ്വീകരിക്കണം. വമാ നഹാക്കും, പ്രവാചകൻ വിലക്കിയത് എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് നിങ്ങൾ വിലങ്ങി നിൽക്കണം, മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ഇസ്ലാമിക ജീവിതത്തെ പ്രമാണവൽക്കരിച്ച് പ്രതിനിധീകരിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ ബിഹിദായത്തിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീമൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ ദീനി വിധിവിലക്കുകളെ ജീവിതത്തിൽ യഥാവിധി പാലിക്കുന്ന മുത്തഖീങ്ങളും മുവഹിദുകളും മുസ്ലിമീങ്ങളുമായി ജീവിക്കണമേ, സൽക്കർമ്മ നിരതമാകണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ലോകം ഹിജ്റ വർഷത്തിലെ 3ാമത്തെ മാസമായ റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 2 ദിവസത്തിനകം റബീഉൽ അവ്വൽ മാസം സമാഗതമാകും. 1ാമത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ നിർവഹിക്കാനുണ്ടോ എന്ന ആലോചന ഈ സമയത്ത് അനിവാര്യമായി നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, നമ്മുടെ സന്മാർഗം, നമ്മുടെ അധ്വാനം പുണ്യം നേടിയെടുക്കുന്ന വിഷയത്തിൽ വ്രതാവിലാകാൻ പാടില്ല. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. 12 മാസങ്ങളെക്കുറിച്ചൊരു ആമുഖം നൽകി എങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ മാസത്തിൽ നിർവഹിക്കുവാനുള്ളത് എന്താണ്, ഖുലഫാഉ റാഷിദീങ്ങൾ നിർവഹിച്ചത് എന്താണ്, പ്രവാചകൻ നിർവഹിച്ചത് എന്താണ്, സഹാബികൾ നിർവഹിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും അവർക്ക് പരിചയമില്ല എന്ന് എല്ലാ
അപഗ്രഥവും നടത്തിക്കഴിഞ്ഞാൽ, ആലോചന നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനും മനസ്സിലാക്കാനും കഴിയും. വളരെ സിമ്പിളായി. കാരണം ഇന്ന് പലപ്പോഴും റബീഉൽ അവ്വൽ ആയി കഴിഞ്ഞാൽ പ്രവാചകൻ ജനിച്ച മാസം എന്ന നിലക്ക് പലതും കണ്ടുവരികയാണ്. പ്രവാചകൻ ജനിച്ച മാസം എത്തി, അതുകൊണ്ട് തോരണങ്ങൾ, ആഘോഷങ്ങൾ, റാലികൾ, പായസ വിതരണങ്ങൾ, ഡീജെ. കാലത്തിനനുസരിച്ച് ഇങ്ങനെ ഈ അനാചാരങ്ങളും അത്യാചാരങ്ങളും കൊണ്ടുവരുമ്പോൾ സ്ഥലത്തിനനുസരിച്ചും വർഷങ്ങൾക്കനുസരിച്ചും അതിലിങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. പലതും വരും. ഇപ്പൊ പഴമൊക്കെ പോയി DJ സൗണ്ട് സെറ്റപ്പും ഒക്കെയാണ്. പല സംവിധാനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. തോരണങ്ങൾ അലങ്കരിക്കുകയാണ്. യേശുക്രിസ്തു ജനിച്ചതിന്റെ പേരിൽ ക്രിസ്ത്യൻ പള്ളികൾ അലങ്കരിക്കുന്നത് പോലെ മുസ്ലിം പള്ളികൾ അലങ്കരിക്കുകയാണ്. പള്ളിക്കമ്മിറ്റി മഹല്ല് മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ ജനിച്ച ദിവസത്തെ എങ്ങനെ വർണ്ണാഭമാക്കണം എന്നതിന്റെ പല രൂപത്തിലുള്ള പ്ലാനിങ്ങും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിൽ വിവിധ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ പോസ്റ്റുകളിൽ? ചില പോസ്റ്റുകളിലൊക്കെ അങ്ങനെ കാണാൻ കഴിയും. എന്താ കാണാൻ കഴിയുന്നത്? റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ ചൊല്ലേണ്ട പ്രത്യേക ദിക്ർ. റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകം ചൊല്ലേണ്ട ദിക്ർ, 1 മുതൽ ചൊല്ലേണ്ട ദിക്ർ, ആദ്യത്തെ രാവിൽ ചൊല്ലേണ്ട ദിക്ർ. ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? ഹദീസിലുണ്ടോ, ആയത്തിലുണ്ടോ? ഇല്ല, കാണുവാൻ കഴിയുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു, റബീഉൽ അവ്വലിനെ കണ്ടുമുട്ടി, ഖുലഫാഉ റാഷിദീങ്ങളെയും സഹാബികളെയും കൂട്ടി ഹിജ്റ വർഷത്തിലെ 3-ാം മാസം, ഞാൻ ജനിച്ച മാസം വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കും. മദീന പള്ളിയിൽ നമുക്കൊരു മീറ്റിംഗ് കൂടണം, ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം. നടന്നോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു. 4 ഖലീഫമാർ ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം നൽകി. 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം 2 വർഷം ഭരിച്ചു, 2 റബീഉൽ അവ്വൽ. അതിൽ റബീഉൽ അവ്വലിൽ ആദ്യത്തെ റബീഉൽ അവ്വൽ വരുമ്പോൾ എൻ്റെ ഭരണമാണ്. അപ്പൊ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ഈ മാസത്തെ നമ്മൾ ആഘോഷിക്കണം. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൂട്ടിയിട്ട് ഇന്ന രൂപത്തിൽ നമുക്കിത് ആഘോഷിച്ചാലോ എന്ന ചർച്ച നടത്തിയോ? ഇല്ല. പിന്നീട് 2-ാമത്തെ ഖലീഫയായി വന്ന ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷം ഇസ്ലാമിക ലോകത്തെ ഭരിച്ചു, ഭരണം നടത്തി. ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഏതെങ്കിലും ഒരു വർഷത്തെ റബീഉൽ അവ്വൽ 10 വർഷത്തിനിടക്ക് എന്തെങ്കിലും നിർവഹിച്ചത്, ഇന്ന് കാണുന്ന എന്തെങ്കിലും ഒരു റാത്തീബ്, കുത്താ റാത്തീബ്, അല്ലെങ്കിൽ ക്രിമിനൽ റാത്തീബ്, ചില കത്തിക്കുത്ത് പരിപാടി ഒന്നും ഇസ്ലാമിലില്ല, ഷിയാക്കളിൽ നിന്ന് വന്നതാണ് അല്ലേ? കുത്താ റാത്തീബ്, മൗലിദ് പാരായണം, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പല ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല സംഗതികൾ ഉമർ റളിയല്ലാഹു അൻഹു നടത്തി. അതിനുശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ 12 വർഷം ഇസ്ലാമിക ലോകം ഭരിച്ചു. 12 വർഷം. ആ 12 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷത്തിലെ ഒരു റബീഉൽ അവ്വലിൽ അവരുടെ മനസ്സിൽ തോന്നി, ഇത് ഖൈറാണല്ലോ, നന്മയാണല്ലോ, എന്തുകൊണ്ട് നമുക്കിത് നിർവഹിച്ചുകൂടാ? പ്രവാചകൻ ജനിച്ച ആ ദിവസത്തെ പ്രത്യേകം കണക്കാക്കി പ്രത്യേക ചില പുണ്യകർമ്മങ്ങൾ തുടങ്ങിക്കൂടാ? ചെയ്തില്ല. പിന്നെ 4-ാമത്തെ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 5 വർഷം ഇസ്ലാമിക ലോകം ഭരിച്ചു. പ്രവാചകന്റെ മരുമകൻ കൂടിയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രിയതമനാണ്. അലി റളിയല്ലാഹു അൻഹു 5 വർഷം ഭരിച്ചു. ഏതെങ്കിലും തരത്തിൽ റബീഉൽ അവ്വലിനെ ആചരിച്ചോ ആഘോഷിച്ചോ പ്രത്യേകമായിട്ട് കാണാൻ സാധ്യമല്ല. പിന്നെ അവർക്ക് ശേഷം കടന്നു വന്ന മദ്ഹബിന്റെ ഇമാമുകൾ, 4 മദ്ഹബിന്റെ ഇമാമുകളുണ്ട്. ആ മദ്ഹബിന്റെ ഇമാമുകളിൽ ആരെങ്കിലും, അവര് ഇമാം ഹനഫി ആകട്ടെ, അബു ഹനീഫ, അതല്ലെങ്കിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ലോകം കണ്ട പ്രഗത്ഭരായ 4 പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരുടെ എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ, ഏതെങ്കിലും ഒരു ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് ഇവർ രചിച്ചതിൽ നിന്ന് ഒരു അര വരി ഉദ്ധരിച്ചുകൊണ്ട് 1/2 മീറ്റർ റാലി നടത്താൻ, ഒരു 1/2 ഗ്ലാസ് പായസം വിതരണം ചെയ്യാൻ ഈ ഷാഫിഈ മദ്ഹബിന്റെ ആളുകൾ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഷാഫിഈ ഇമാം എന്താ പറഞ്ഞത്? ഇദാ സഹൽ ഹദീസ്, ഹദീസ് സഹിയായി കഴിഞ്ഞാൽ ഫഹുവ മദ്ഹബി, അതാണ് എൻ്റെ മദ്ഹബ് എന്ന് പറയാൻ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഇന്ന് കാണുന്ന വിധത്തിൽ പ്രവാചകനോടുള്ള സ്നേഹവും ഈ മാസത്തെ ആചരിക്കലും അതിലേക്കൊരു ഇഷാറത്ത് നൽകുന്ന വല്ല സൂചനയുണ്ടോ? വല്ല വരികളും ഉണ്ടോ? ആലോചിക്കും. പിന്നെ ഈ ഇമാമുകൾക്ക് ശേഷം കടന്നു വന്ന ഇസ്ലാമിക ലോകത്തിന്റെ മുഹദ്ദിസുകൾ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കും. ഈ വിഷയത്തിന്റെ ഗൗരവം. നമ്മൾ സമ്പത്ത് നഷ്ടപ്പെടുത്തുക, സമയം നഷ്ടപ്പെടുത്തുക, അധ്വാനം നഷ്ടപ്പെടുത്തുകയാണ്. ഇവർക്ക് ശേഷം വന്ന മുഹദ്ദിസുകൾ, അതിൽ അസ്സിഹാഉ സിത്ത, ഇസ്ലാമിക ലോകം അംഗീകരിച്ച ആധികാരികമായ പ്രാമാണികമായ ഹദീസ് ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത് അസ്സിഹാഉ സിത്ത എന്നാണ്. അതിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്നത് ഇമാം ബുഖാരിയുടെ അൽ ജാമിഉ സഹീഹ്. അൽ ജാമിഉ സഹീഹ് എല്ലാ മുസ്ലിം സംഘടനകൾ അംഗീകരിക്കുന്നതാണ്. 7397 ഹദീസുകൾ. ഏതെങ്കിലും ഒരു ഹദീസ് ഇന്ന് കാണുന്ന ആഘോഷ നിർവൃതിയിലേക്ക് സൂചന നൽകിയിട്ടുണ്ടോ? രണ്ടാമത്തേത് ഇമാം മുസ്ലിമിന്റെ അൽ ജാമിഉ സഹീഹ്, 7275 ഹദീസുകൾ. മൂന്നാമത്തേത് അബൂദാവൂദിന്റെ സുനൻ അബി ദാവൂദ്, 4300 ഹദീസുകൾ.
നാലാമത്തെ തിർമിദിയുടെ ജാമിഉ തിർമിദി 3956 ഹദീസുകൾ. അഞ്ചാമത്തേത് നസായിയുടെ സുനനുൽ കുബറ 10770 ഹദീസുകൾ. ആറാമത്തേത് ഇബ്നു മാജ സുനൻ ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെത് 4341 ഹദീസുകൾ. പിന്നെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം ഇമാം മാലിക്കിൻ്റെത് അൽ മുവത്ത 5000-ലധികം ഹദീസുകൾ. പിന്നെ മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ ഹദീസ് ഗ്രന്ഥം ഇമാം അഹ്മദിന്റെ 40,000-ലധികം ഹദീസുകൾ. 10,000-കണക്കിന് ഹദീസുകൾ. പ്രഗത്ഭരായ പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ ഇസ്ലാമിക ലോകത്തിന് അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തിയിട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാന ആഘോഷങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു നൽകുക. നിങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ബാത്റൂമിലേക്ക് കടക്കണം, അതേപോലെ തന്നെ എങ്ങനെ പിന്നെ ചെറുതും വലുതുമായ എല്ലാ സുന്നത്തും ഫറലുമൊക്കെ വ്യത്യസ്ത അധ്യായം തിരിച്ച് പഠിപ്പിച്ചു തരാം. ഈ മുഹദ്ദിസുകളുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ബാബു ഇഹ്തിഫാലി മൗലിദിൻ നബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ബാബ്, അതിന്റെ ഹുക്കുമ് വിധി, അതിലെ സുന്നത്ത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി ആലോചിച്ചു. ഈ ഹദീസ് ഗ്രന്ഥങ്ങൾക്കൊന്നും പരിചയമില്ല എന്ന്. അപ്പൊ 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് പരിചയമില്ല. അതേപോലെ തന്നെ 4 ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ഖലീഫമാർക്ക് പരിചയമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലയളവിൽ ചെയ്ത് കാണിച്ചിട്ടില്ല. പിന്നെ റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ എന്താ ചിന്തിക്കേണ്ടത്? എന്തെങ്കിലും പ്രത്യേകം ചെയ്യാനുണ്ടോ? ഒരൊറ്റ ഹദീസ്. അൻ അബീ ഖതാദ റളിയല്ലാഹു അൻഹു, അബൂ ഖതാദ റളി നിവേദനം ചെയ്യുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അൻ സൗമിൽ ഇസ്നൈൻ, അൻ സൗമി ഇസ്നൈൻ, തിങ്കളാഴ്ചത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെടുകയാണ്. ഖാല, ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ദാക യൗമൻ, അതൊരു ദിവസമാണ്, ഉലിത്തു ഫീഹി, ഞാൻ ജനിച്ച ദിനമാണ്, വയൗമൻ, അതൊരു ദിവസമാണ് ആ തിങ്കൾ, ബുഇസ്തു, ഞാൻ പ്രവാചകനായി തീർന്ന ദിവസം, ഔ ഉൻസില അലയ്യ ഫീഹി, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട ദിവസമാണ്. ഉണ്ടോ? തിങ്കളാഴ്ചയെ കുറിച്ച് ചോദിക്കപ്പെട്ട സമയത്ത് പ്രവാചകൻ പറയാണ്, ഞാൻ ജനിച്ച ദിനമാണ്, ഞാൻ പ്രവാചകനായി തീർന്ന ദിനമാണ്, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട ദിനമാണത് തിങ്കൾ എന്ന് പറയുന്നത്. ഏത് തിങ്കൾ? എല്ലാ മാസത്തിലെയും തിങ്കൾ. അതുകൊണ്ട് സുന്നത്ത് നോമ്പെടുക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുധാവനം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഇതല്ലാതെ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി യാതൊരു കർമ്മവും ആഘോഷവും പഠിപ്പിക്കപ്പെട്ടതായി പ്രമാണങ്ങൾ അറിയിക്കുന്നില്ല. ഇനി അത് നല്ലതല്ലേ എന്ന് ആരെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ, അൽ മുവത്തയുടെ കർത്താവ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു കർമ്മം ഉണ്ടാക്കി എന്നിട്ട് ഫറആഹ, അവൻ അതിനെ കാണുകയാണ്, ഹസനത്തൻ, അത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞാൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാന റിസാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിലെ പുണ്യം പഠിപ്പിക്കുന്ന വിഷയത്തിലെ നന്മയിൽ വീഴ്ച വരുത്തി, മതം പൂർണ്ണമായി പഠിപ്പിക്കുന്നിടത്ത് പ്രവാചകൻ വീഴ്ച വരുത്തി എന്ന് വാദിക്കുന്നതിന് തുല്യമാണ്. ഒരു നന്മ നമുക്ക് നല്ലതായി തോന്നുക, അന്നദാനല്ലേ, മൗലീദല്ലേ, മദ്ഹല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ തോന്നുന്നത് നല്ലതാണ് എന്ന്. അങ്ങനെ അത് റബീഉൽ അവ്വലിന് പ്രത്യേക പുണ്യമുണ്ട്. എത്ര ലൈലത്തുൽ ഖദറിനെക്കാളും പുണ്യമുണ്ട് എന്ന് പ്രചരിപ്പിക്കുക മാസികകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ. പെരുന്നാളിനേക്കാളും, ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹയേക്കാളും അതിന് പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കുക. ഇത്ര വലിയ പുണ്യമുള്ള ഒരു സംഗതി 10 വർഷത്തെ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകം ഭരിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാകാതെ പോയി. 2 വർഷം ഭരിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു സമയം കണ്ടെത്തിയില്ല. 12 വർഷം ഭരിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമയം കണ്ടെത്തിയില്ല. അപ്പൊ ഖലീഫമാർ ചെയ്യാത്ത, 4 മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്യാത്ത ഒന്ന് നമുക്ക് വേണ്ട. അങ്ങനെയുള്ള അനാചാരങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, ഈ മതത്തിൽ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, പ്രവാചകൻ വിട പറയുന്നതിന് മുമ്പേ പൂർത്തീകരിക്കപ്പെട്ട ഈ ദീനിൽ ആരെങ്കിലും പുതിയതായി പുണ്യം കൽപ്പിച്ചൊരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ, മാ ലൈസ മിൻഹു, എന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് ക്യാൻസലാക്കിക്കൊള്ളണം, അത് ചെയ്യരുത്, അത് മടക്കിക്കൊള്ളണം, അത് നിർവഹിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാം ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിക ജീവിതം 12 മാസങ്ങൾക്കിടക്ക് രഹസ്യ പരസ്യ ജീവിതത്തിനിടക്ക് കൊണ്ടുകൊടുക്കലുകളിൽ ഇസ്ലാം പഠിപ്പിച്ച ഹദീസിന്റെയും ആയത്തുകളുടെയും അടിസ്ഥാനത്തിലുള്ള വിധിവിലക്കുകൾ പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ചിന്തിക്കുന്ന ഉൽബുദ്ധരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ജീവിതത്തിന്റെ സർവ്വതലങ്ങളെയും പ്രമാണവൽക്കരിച്ചുകൊണ്ട് പ്രതിനിധീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ആദർശബോധം
തഖ്വാബോധം അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ പ്രവാചകന്റെ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് പ്രവാചകൻ അനുധാവനം ചെയ്ത് അങ്ങനെ പ്രവാചകന്റെ കൂടെ സ്വർഗ സഹവാസം നേടിയെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളായ മുത്തബിഉസ്സുന്നകളായ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥ. എല്ലാ തരത്തിലുമുള്ള ചൂഷണങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, ശിർക്ക് ഹറാമുകളിൽ നിന്ന് പാടെ മാറി നിൽക്കുവാനും തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഹലാലിന്റെയും കൂടെ മരിക്കുവോളം ചരിക്കുവാനുമുള്ള തഖ്വ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരയണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹലാലായ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും നീ സഫലമാക്കി തരയണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗികളായ ആളുകൾ അവർക്ക് നീ ശമനം പ്രദാനം ചെയ്യണമേ റബ്ബേ. CK നസീമ എന്ന് പറയുന്ന സഹോദരി സുഖമില്ലാതെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ വേണ്ടപ്പെട്ട ആളുകൾ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സഹോദരിക്കും അതേപോലെ തന്നെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന നമ്മിൽപ്പെട്ടവർക്കും ഒക്കെ പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. വലിയ അസുഖങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫറത്ത് നൽകുമാറാകട്ടെ. കീഴിൽ ചെറുകുനി കുഞ്ഞബ്ദുള്ള സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കുന്നത്ത് മൂസ സാഹിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ട വേണ്ടപ്പെട്ടവർക്കുമൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഫലസ്തീനിന്റെ മണ്ണിൽ ഏറെ പരീക്ഷണമായ ഘട്ടങ്ങളിലൂടെ കടന്നു നീങ്ങുന്നവർ, അല്ലാഹുവേ, നീ അവർക്ക് സമാധാനം നൽകണമേ നാഥ. അവർ വരിച്ച രക്തസാക്ഷിത്വം നീ സ്വീകരിക്കണമേ നാഥ. വിശാലമായ സ്വർഗത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി കൊടുക്കണമേ നാഥ. വൈജഗിതമായ അന്തരീക്ഷത്തിൽ നിന്ന് അല്ലാഹുവേ സമാധാന സംരക്ഷണത്തിലേക്ക് അവരെ നീ നയിക്കണമേ റബ്ബേ. അവിടെ കൂടുതൽ കൂടുതൽ കുതന്ത്രങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരെ നീ തകർക്കണമേ, നിന്ദിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر إخواننا في فلسطين. اللهم أصلح الشعب، أحوال شعب غزة وفلسطين. اللهم دمر من دمرهم، اللهم أهلك من أهلكهم. ربنا تقبل دعاءنا، ربنا تقبل دعاءنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.